നല്ലത് ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതിൻ്റെ കൂടെ നിൽക്കുക. ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ പുതിയതായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, കൂടണേ. പിന്നെ പറയാനുള്ള എന്താ പറഞ്ഞാൽ, സ്ത്രീ എന്ന് പറഞ്ഞ ഒരു മഹാസംഭവമാണ്. ആണുങ്ങളെക്കാട്ടിയും ബുദ്ധി കൂടുതലാണെന്ന് മനസ്സിലാക്കിയ പല നിമിഷങ്ങളും എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവർ ആവശ്യത്തിന് ഉപകാരപ്പെടുത്തില്ല എന്ന് മാത്രം. കാരണം എന്താ എന്ന് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ അതൊരു സാധാ ഒരു മൊബൈലായിരുന്നു, നോക്കിയൻ്റെ C2 പോലുള്ള സാധനം. പിന്നെ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഒരു ടച്ച് മൊബൈലായി, സാംസങ്ങിൻ്റെ ഒരു മൊബൈലായി. പിന്നെ എത്ര പെട്ടെന്നാണ് അതിനെക്കുറിച്ച് പഠിച്ചതെന്ന് നമുക്കൊന്നും അറിയില്ല, പക്ഷെ എല്ലാം അറിയും. പിന്നെ അതുപോലെ മെല്ലെ മെല്ലെ പോകെ ഞാൻ ഒമാനിലെത്തി കുറേ കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് എൻ്റെ ഉമ്മാക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനലിൽ കുക്കിംഗ് ചാനലാണ് മെയിനായിട്ട്. അതിൽ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഉപ്പയാണ്, എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എൻ്റെ പെങ്ങളും. പെട്ടെന്ന് മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങി. വളർന്ന് നല്ലപോലെ ഈ ചെറിയ ലെവലിലേ ഉള്ളൂ. അപ്പോഴാണ് നമ്മുടെ ചുറ്റുനാട്ടിൽ ഉണ്ടാവുന്ന പോലെ മറ്റുള്ളവർ വിമർശിക്കുന്നത്. പൈസക്ക് വേണ്ടിയിട്ട് അവൾ എന്തും ചെയ്യുന്നുണ്ട്, പൈസക്ക് വേണ്ടി അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് നാട്ടുകാരും കുടുംബക്കാരും എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ടാണ് ഇന്ന് പല വീട്ടിലും പല പെണ്ണുങ്ങളും ഇപ്പോഴും അടുക്കളയിൽ പണിയെടുത്തിട്ട് ഒന്നൊന്നും ആവാനും കഴിയാതെ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് ജീവിക്കുന്നത്. ഇപ്പോഴും ആ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അള്ളാനെ ഞാൻ പറയുകയാണെങ്കിൽ അതിപ്പോൾ നല്ല ലെവലായിട്ട് ചിലപ്പോൾ ഏണിങ്സ് വന്ന് തുടങ്ങിയിട്ടുണ്ടാവും. ഞാനും പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ പറയണ കേൾക്കണ്ട, നിങ്ങളത് ചെയ്താളി, നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ ഞാനും പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. പക്ഷെ എന്തോ എല്ലാവരും പറയണോണ്ട് എൻ്റെ ഉമ്മക്ക് അതിന് ടച്ചും മനസ്സില്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കി വിട്ടീനി. വേറൊരു സംഭവം കൂടി നടന്നിട്ടുണ്ട്. കഴിവും പഠിപ്പും വിദ്യാഭ്യാസമുള്ള എൻ്റെ ലൈഫിൽ ഏറ്റവും വേണ്ടപ്പെട്ട എന്ന് പറയുന്ന ആളെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൈപിടിച്ച് ഉയർത്തി കൊണ്ടുപോയി അവസാനം എന്നെ വേണ്ട വെച്ചിട്ട് ആ കഴിവും പഠിപ്പും അധ്വാനവും മാത്രം മതി എന്ന് പറഞ്ഞിട്ട് പോയ ആളുണ്ട്. അതുപോലെയുള്ള പലരുടെ ലൈഫിലും ഉണ്ടാകും. അങ്ങനെയുള്ളവരിനൊക്കെ ജീവിതത്തിൽ തന്നെ ഒഴിവാക്കി വിടണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ലത് ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതിൻ്റെ കൂടെ നിൽക്കുക. പഠിപ്പും വിദ്യാഭ്യാസവും ഇന്നത്തെ കാലത്ത് എന്തായാലും വേണം. അതുപോലെ ഒരു കുടുംബത്തിൽ 2 വരുമാനമെങ്കിലും മിനിമം ഉണ്ടാവണം, എന്നാലേ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ. ഈ യോജിക്കാത്ത പലരും ഉണ്ടാകും. അവരോടൊക്കെ ഞാൻ പറയണേ, ജസ്റ്റ് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ് ഞാൻ പറയുന്നത്, എൻ്റെ ലൈഫിൽ നടന്ന കാര്യവും. അതേപോലെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കഴിവുള്ള ഒരുപാട് പെൺകുട്ടികൾ അടുക്കള പണിയും ചെയ്തിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. അടുക്കള പണി ചെയ്യണത് തെറ്റാണ് എന്നല്ല പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞ ഒരു കുടുംബത്തെ ഒറ്റ വരുമാനത്തിൽ ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. 2 വരുമാനമോ അല്ല അതിൽ കൂടുതലോ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പോൾ പെൺകുട്ടികൾക്ക് കഴിവുണ്ടെങ്കിൽ ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണ് അതിന് ചെയ്യുക. വീട്ടുപണിയിൽ ഒതുക്കാതിരിക്കുക. അത് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് പെൺകുട്ടികൾക്ക് പണിക്ക് പോകാൻ പാടില്ല, വീട്ടിൽ പണിയെടുക്കണം, അമ്മായിമ്മയെ നോക്കണം എന്നൊക്കെ വൃത്തിയാണ്. എന്നാലും ഇപ്പോഴുള്ള കാലത്ത് മരുമക്കൾ എത്രയോ പേര് പണിക്കും പോയി അധ്വാനിച്ച് വീട്ടിലും വന്ന് വീട്ടിലത്തെ കാര്യവും മക്കളുടെ കാര്യമൊക്കെ നോക്കണം. ലോകത്ത് നമുക്ക് എല്ലാത്തിനും അവസരങ്ങളുണ്ട്. പിന്നെ അതുപോലെ വഴിയും തുറന്നു തരും. നമ്മൾ ശ്രമിച്ചാൽ മാത്രം മതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ പുതിയതായി വന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, കൂടെ കൂടിക്കോ പൊളിക്കും.